ED എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് ഈ റെയ്ഡ് ആരംഭിച്ചത്? നോക്കൂ, ഇത്രനാൾ ഗോകുലത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. എമ്പുരാന്റെ പശ്ചാത്തലത്തിലാണ് സംശയങ്ങൾ ഉദിക്കുന്നത്. പിന്നിൽ എന്തായാലും എമ്പുരാൻ്റെ പശ്ചാത്തലത്തിലാണോ എന്നുള്ള കാര്യം നമ്മൾക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഗോകുലത്തിൻ്റെ ഓഫീസുകളിൽ EDയുടെ വ്യാപക പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലാണ് ED പരിശോധന നടത്തുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോകുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ചും ഹോളിഡേ ഇൻ എന്ന് പറയുന്ന ഹോട്ടൽ, പാലാരിവട്ടത്തുള്ള ഹോളിഡേ ഇൻ ഹോട്ടൽ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അത് ആ പണത്തിൻ്റെ കണക്ക് സംബന്ധിച്ചുള്ള പരാതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാതികളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. അന്ന് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിരുന്നതാണ്. എന്തായാലും ഗോകുലത്തിൻ്റെ ഓഫീസുകളിൽ ഇപ്പോൾ ED പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഹോളിഡേ ഇന്നുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ചിട്ടിക്കമ്പനിയായിട്ടുള്ള ഗോകുലം ഈ ഹോളിഡേ ഇൻ ഹോട്ടൽ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ അന്ന് ഉയർന്നു വന്നതാണ്. ഇതിൽ സാമ്പത്തികമായ വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമെല്ലാം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള പരാതികൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. ആ പരാതികൾ വർഷങ്ങൾ മുൻപിൽ ലഭിച്ച പരാതികളാണ്. എന്നാൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കാര്യമായ പരിശോധനകൾ ഗോകുലത്തിൻ്റെ ഓഫീസുകളിൽ ആരംഭിച്ചിരിക്കുകയാണ്.